കേരളത്തിൽ വീണ്ടും ബ്ലേഡ് മാഫിയ പിടിമുറുക്കുന്നു. ബ്ലേഡ് മാഫിയയുടെ മാനസിക പീഡനത്തെ തുടർന്ന് കട്ടപ്പനയിൽ ഉപ്പുതറയിലെ ഓട്ടോ ഡ്രൈവറും കുടുംബവും ആത്മഹത്യ ചെയ്ത നിലയിൽ. വീട് പണിയുന്നതിനായി 3 ലക്ഷം രൂപ തൻ്റെ ജീവന ഉപാധിയായ ഓട്ടോറിക്ഷ പണയം വെച്ചു ഉപ്പുതറ സ്വദേശിയായ സജീവ് മോഹനൻ. എന്നാൽ വീട് പണിയെ തുടർന്ന് 2 മാസത്തോളമായി ബാങ്കിൻ്റെ പലിശ മുടങ്ങിയിട്ട് പലിശ മാത്രം 8,000 രൂപയോളമാണ് തിരിച്ചടവ്. ഇതേ തുടർന്ന് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ധനകാര്യ സ്ഥാപനത്തിലെ ഗുണ്ടകൾ ഇദ്ദേഹത്തെ വിളിച്ച് മാനസികമായി പീഡിപ്പിച്ചു. ഇതേ തുടർന്നാണ് സജീവ് മോഹനൻ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം തൂങ്ങി മരിച്ചത്. ശ്രീ സജീവ് മോഹനൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തങ്ങളുടെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനമാണ് തങ്ങളുടെ മരണത്തിന് പിന്നിലെന്നും ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മൃതദേഹങ്ങൾ പോലീസ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. കട്ടപ്പന പോലീസ് ഇദ്ദേഹം ലോൺ എടുത്ത ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകർ പറയുന്നത് ഈ കട്ടപ്പനയിലെ കുപ്രസിദ്ധ ധനകാര്യ സ്ഥാപനം ഇതിനു മുമ്പും വായ്പ അടവ് മുടങ്ങിയാൽ എല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ടെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വിശ്വസിക്കുന്നു.